ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്. യോഹന്നാൻ 8:36. കഴിഞ്ഞ ഏതെങ്കിലും ധ്യാനത്തിൽ വെച്ച് മദ്യപാനമോ പുകവലിയോ മറ്റേതെങ്കിലും ദുശ്ശീലമോ മാറിക്കിട്ടിയവരെന്ന് കൈപൊക്കിക്കുകയെ. ഇതിനു മുമ്പുള്ള ഏതെങ്കിലും ധ്യാനത്തിൽ വെച്ച് മദ്യപാനമോ പുകവലിയോ മറ്റേതെങ്കിലും ദുശ്ശീലമോ മാറിക്കിട്ടി അവരൊന്ന് എഴുന്നേറ്റുന്നേ. പിന്നെ ആ ദുശ്ശീലങ്ങളിൽ അവർ പെട്ടുപോയില്ല. അത് വലിയൊരു ദൈവകൃപയും കാരുണ്യവുമാണ്. അവർ മുൻവശത്തേക്ക് വന്നേ. ഈ ധ്യാനത്തിൽ വെച്ച് മദ്യപാനമോ പുകവലിയോ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരെന്ന് കൈപൊക്കിക്കേ. വല്ലപ്പോഴുമുള്ള മദ്യപാനമാണെങ്കിലും പുകവലിയാണെങ്കിലും അത് ഞാൻ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. അവരൊന്ന് എഴുന്നേറ്റൊന്നേ. ഇങ്ങനൊരു ആഗ്രഹം തന്നെയും മുൻവശത്തേക്ക് വരിക, ഈ വശത്ത് വന്നേക്കുക. ഇങ്ങനെയുള്ള ആഗ്രഹം തന്നെയും പരിശുദ്ധാത്മാവ് തരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. മദ്യപാനം നേരത്തെ ഉപേക്ഷിച്ചവർ ഇവിടെ വന്നേക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മദ്യപാനം നേരത്തെ ഉപേക്ഷിക്കാനുള്ള കൃപ കിട്ടി ഇവിടെ വന്നേക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തില് ദൈവം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരത്ഭുതമാണ് ഒരു നിമിഷ നേരം കൊണ്ട് വചനം കേൾക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന് ദുശ്ശീലങ്ങൾ മാറ്റിത്തരുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ ഇരിക്കുന്നവരെല്ലാവരും കൈപൊക്കുക. ഇവിടെ നിൽക്കുന്നവരും വലതുകരം ഉയർത്തുക. ലോകമെമ്പാടും അനേക കോടി കുടുംബങ്ങൾ മദ്യപാനം കൊണ്ട് നശിക്കുന്നു. മക്കളും ഭാര്യയും എല്ലാം കണ്ണുനീര് കുടിക്കുന്നു. മാത്രമല്ല സമ്പത്തും ആരോഗ്യവും നശിപ്പിക്കുന്നു. ആയുസ് അനേക വർഷങ്ങൾ നഷ്ടപ്പെടുന്നു. നമുക്കെന്നും ദുഃഖം. അതിനാൽ പ്രിയപ്പെട്ടവരെ, ലോകമെമ്പാടും അനേക കോടി മദ്യപാനത്തിനോ പുകവലിക്കോ അടിമപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. നവവൃന്ദ മാലാഖമാരെ അയച്ച് അവർക്ക് വചനം എത്തിച്ചു കൊടുക്കണമേ. അനേക കോടി പേരുടെ മദ്യപാന ബന്ധനം, ദുശീല ബന്ധനം വിട്ടുപോകുവാൻ യേശുവിൻ്റെ തിരുരക്ത കടലിൽ അവരെ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും കോടാനുകോടി മദ്യപാനത്തിനും മയക്കുമരുന്നിനും പുകവലിക്കും മറ്റു ദുശീലങ്ങൾക്കും അടിമപ്പെട്ട കോടാനുകോടി പേരെ ഓരോരുത്തരെയും എല്ലാവരെയും യേശുവിന്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ. തിരുരക്ത കടലിൽ മുക്കണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് അവരെ നിറയ്ക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും കൈതാത്തി പിടിക്കുക. ഇവിടെ പറഞ്ഞു തരുന്ന പ്രാർത്ഥന ഭാവിയിൽ നമ്മൾ മനഃപൂർവ്വം പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. കോടാനുകോടി പേരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, വചനം കൊണ്ട് നിറയ്ക്കണമേ. എങ്ങനെയാണ് വചനം കൊണ്ട് നിറയ്ക്കുന്നത്? മാലാഖമാർക്ക് വചനം എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഇടയന്മാരുടെ അടുത്ത് യേശു ജനിച്ചു വരും അറിയിക്കാൻ ചെന്നത് മാലാഖമാരാണ്. അപ്പോൾ കോടാനുകോടി മാലാഖമാരെ അയച്ച് വചനം എത്തിച്ചു കൊടുക്കണമേ. മനസ്സിലേക്ക് വചനം ചെല്ലണം. പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ തിരുരക്തം കൊണ്ട് അവരുടെ വ്യക്തിത്വം കഴുകണം. ഒന്നുകൊണ്ട് വലതുകരം ഉയർച്ച് ലോകമെമ്പാടും മദ്യപാനത്തിനും മറ്റു ദുശീലങ്ങൾക്കും അടിമപ്പെട്ട കോടാനുകോടി മക്കളെ തിരുരക്തം കൊണ്ട് കഴുകണമേ. തിരുരക്ത കടലിൽ മുക്കണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ആന്തരിക സൗഖ്യവും
വർഷിക്കണമേ. വർഷിക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകമെമ്പാടും കോടാനുകോടി മദ്യപാനത്തിനും പുകവലിക്കും മറ്റു ദുശീലങ്ങൾക്കും അടിമപ്പെട്ട കോടാനുകോടി പേരെ തിരുരക്തക്കടലിൽ മുക്കണമേ. കഴുകണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. കൈ അടിച്ചു കർത്താവിന് നന്ദി പറയുക. ഇവർക്ക് പലർക്കും ഇന്നോ അന്നോ രോഗശാന്തി കിട്ടിയിട്ടുണ്ട്. ശാരീരികം. അവരെന്ത് കൈപൊക്കിക്കേ? അന്ന് ധ്യാനം കൂടിയപ്പോൾ രോഗശാന്തി കിട്ടിയവർ കൈപൊക്കിക്കേ. ഏതെങ്കിലും ശാരീരിക രോഗം സുഖപ്പെട്ടവര് 2, 4 ഇവിടെയുണ്ട് കൈപൊക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവർക്കും നന്ദി. നമ്മുടെ പ്രത്യേക കടമയാണ് കോടാനുകോടി പേരെ മദ്യപാനത്തിനും പുകവലിക്കും മറ്റു ദിവസം അടിമപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. അവരുടെ കുടുംബങ്ങളെയും അവരെ യേശുവിൻ്റെ സാക്ഷികളും പ്രേക്ഷിതരുമാക്കണമേ. യേശുവേ നന്ദി. ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഇന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. ഞങ്ങളുടെ നാമത്തിലും യേശുവിൻ്റെ നാമത്തിലും. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും അവരുടെ സീറ്റിലേക്ക് പോകാം. പ്രൈസ് ദി ലോർഡ്. മൂലക്കുരുവിന്റെ അസുഖമുള്ള 4 പേർക്ക് അത്ഭുത സൗഖ്യം. മുൻ കോപ സ്വഭാവം മാറ്റി അനേകം പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ദൈവ സ്വരം ശ്രവിക്കുവാൻ 6 പേർക്ക് കൃപ നൽകുന്നു. മാനസിക രോഗികളായ 2 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. കഴുത്ത് തിരിക്കാൻ പ്രയാസമുള്ള 11 പേരെ കർത്താവ് സ്പർശിക്കുന്നു. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ മർമ്മം മനസ്സിലാക്കാനുള്ള കൃപ 175 പേർക്ക് നൽകുന്നു. പ്രധാനപ്പെട്ട വചനങ്ങളൊക്കെ മനസ്സിലാക്കാൻ കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. യേശുവേ നന്ദി. ഹല്ലേലൂയ. വലത് കരം ഉയർത്തി പരിശുദ്ധാത്മാവേ ലോകം മുഴുവനിലും വന്നു നിറയണമേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഈ ധ്യാനമന്ദിരത്തിൽ പോട്ട ദൈവവചന ശുശ്രൂഷയിൽ വരുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു പ്രത്യേകമായ വൻ കൃപയാണ് അനേകായിരങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കാനുള്ള കൃപ. മധ്യസ്ഥ പ്രാർത്ഥനാ വരം. തങ്ങളുടെ ബലഹീനതകളും പ്രശ്നങ്ങളും തകർച്ചകളും മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം ഇപ്പോഴുള്ള സഹനങ്ങളെ പ്രതി ദൈവമേ ഞാൻ ദുഃഖിക്കുകയില്ല, സ്തുതിച്ചു പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. ഇതുപോലെ തകർച്ചകളോ സഹനങ്ങളോ ഉള്ള അനേകായിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. അതാണ് മധ്യസ്ഥ പ്രാർത്ഥന. നമ്മുടെ സഹനവും മാറ്റിത്തരാൻ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ദൈവത്തിനറിയാം. ദൈവം അനന്ത സ്നേഹമാണ്, സർവജ്ഞാനിയാണ്. നമ്മുടെ സഹനത്തെ ഓർത്ത് കഷ്ടതയെ ഓർത്ത് സ്തുതിച്ച് പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കണം. ഇതുപോലെ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന അനേകായിരങ്ങൾ അനേക ലക്ഷങ്ങളെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് അതിഭയങ്കര ഏറ്റവും മൂല്യമുള്ള ഒരു പ്രേക്ഷിത വേലയായി തീരുന്നു. മക്കളില്ലാത്ത 5 ദമ്പതികളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. സെമിനാരി പോയിട്ട് തിരിച്ചു വന്നവരുണ്ട്, കൈപൊക്ക്. സെമിനാരി പോയിട്ട് തിരിച്ചു വന്നവര്, മഠത്തിൽ പോയിട്ട് തിരിച്ചു വന്നവര്, അങ്ങനെ 2 പേര് തമ്മിൽ കല്യാണം കഴിച്ചു. അതാണ് ലൂയി മാർട്ടിനും സെലിക്വിരിനും. അവരുടെ ഇളയ മകളായിരുന്നു കൊത്രേസ്യ പുണ്യവതി. 100 കൊല്ലങ്ങൾക്ക് മുമ്പ് കൊത്രേസ്യ വിശുദ്ധയായി. ഇപ്പോൾ അപ്പനും അമ്മയെയും വിശുദ്ധരായി. ലൂയി മാർട്ടിനും സെലിക്വിരിനും, ഒരാള് അച്ഛനാകാൻ പോയിട്ട് തിരിച്ചു വന്നയാളും മറ്റേത് മഠത്തിൽ പോയിട്ട് തിരിച്ചു വന്നയാളുമായിരുന്നു. അവർക്ക് 9 മക്കളിൽ 4 പേര് മരിച്ചുപോയി, 5 പേര് വിശുദ്ധരാകാനുള്ള സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്പെയിനില് ഒരു മുസ്ലിം കുടുംബത്തിന്റെ
ചെറിയ കുട്ടിയാണ്. തലച്ചോറെല്ലാം പോയി മന്ദബുദ്ധിയായിരിക്കുമ്പോൾ ആരോ പറഞ്ഞു, കൊച്ചുരേസ്യയുടെ അപ്പനും അമ്മയുടെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് ഇവരോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒരു മുസ്ലിം ആണെങ്കിലും അവർ പ്രാർത്ഥിച്ചു. അവരുടെ കൊച്ചിന് പരിപൂർണ സൗഖ്യം കിട്ടി. അത് മാർപ്പാപ്പയുടെ അടുത്തെത്തി ആ ന്യൂസ്. അതിനു മുമ്പ് തന്നെ നാമകരണത്തിന് ഒരുക്കമായിട്ടുള്ള വാഴ്ത്തപ്പെട്ടവർ എന്നവരെ പ്രഖ്യാപിച്ചിരുന്നു. നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ നിന്ന് ധാരാളം ദൈവവിളികൾ ഉണ്ടാകണമെങ്കിൽ മക്കളും ഉണ്ടാകണം. ഞങ്ങൾക്കുണ്ട് എന്നുള്ള ഫോർമുല പരിശുദ്ധാത്മാവിൻ്റെ അല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ ആരുടെ ആയിരിക്കണം? സാത്താൻ്റെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ മക്കളുണ്ടായി കൂടുതൽ പേര് സ്വർഗത്തിൽ ചെല്ലുന്നത് അസൂയാലുവായ സാത്താൻ ഇഷ്ടമില്ല. അതുകൊണ്ട് കൃത്രിമ ജനനിയന്ത്രണ മാർഗങ്ങൾ അവൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാവോ? ധാരാളം പേര് ഉണ്ടാകാതിരിക്കാൻ. കൃത്രിമ ജനന നിയന്ത്രണം വഴി കുഞ്ഞുങ്ങളെ ജനിക്കാതിരിക്കാൻ ഉള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാനുള്ള ദൈവത്തിൻ്റെ അവകാശം തടയാൻ ആർക്കും അവകാശമില്ല. സൃഷ്ടികർമ്മം ദൈവത്തിൻ്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാച്ചുറൽ പ്ലാനിങ്, സ്വാഭാവികമായ ആത്മനിയന്ത്രണ മെത്തേഡാണ് സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നതും. ഇന്ന് 30-40 വയസ്സുള്ള അനേകം പേർക്ക് വിവാഹത്തിന് ആൾക്കാരില്ലാതെ പോയി. കാരണം ആരോയൊക്കെ ഗർഭഛിദ്രം വഴി കുഞ്ഞുങ്ങളെ കൊന്നതുകൊണ്ടും കുഞ്ഞുങ്ങൾ ജനിക്കാതിരിക്കാനുള്ള സാത്താൻ്റെ കെണിയിൽ നമ്മൾ പോയി പെട്ടതുകൊണ്ടും ഇന്ന് അനേകായിരം യുവാക്കന്മാർക്കും യുവതികൾക്കും വിവാഹം ആലോചിക്കുമ്പോൾ ജീവിത പങ്കാളികളെ കിട്ടാനില്ല. അതിനാൽ അടുത്ത തലമുറയിൽ ധാരാളം കുഞ്ഞുങ്ങൾ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ മുതിർന്ന തലമുറയ്ക്ക് കടമയുണ്ട്. നിങ്ങളുടെ എണ്ണം കുറഞ്ഞു പോകരുത്, നിങ്ങൾ വർദ്ധിച്ചു പെരുകണം. ജെറമ്യാ 29:6 കർത്താവ് പറയാണ്, നിങ്ങളുടെ എണ്ണം കുറഞ്ഞു പോകരുത്, നിങ്ങൾ വർദ്ധിച്ചു പെരുകണം. ഇത് ഒന്നാമത്തെ കൽപ്പനയാണ്. ദൈവം ആദത്തെയും ഹവ്വായെയും സൃഷ്ടിച്ച ശേഷം അവരോട് പറഞ്ഞു, നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമി മുഴുവൻ നിറഞ്ഞ് അതിനെ കീഴടക്കണം. ഇന്ന് ലോകത്തിൽ ഏത് രാജ്യത്ത് പോയാലും 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഭൂമി വെറുതെ കിടക്കുകയാണ്. ആൾ താമസമില്ലാതെ ജനപ്പെരുപ്പം കൂടിപ്പോയി എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾ ജനിക്കാതിരിക്കാൻ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെതല്ല, സാത്താൻ്റെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വന്നുപോയ തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിച്ച് അടുത്ത തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 5, 6, 7, 8 കുഞ്ഞുങ്ങൾ ഉള്ള കുടുംബങ്ങൾ രൂപം കൊണ്ട് വരുന്നുണ്ട്. ഒരു മാസം മുമ്പ് ഇംഗ്ലീഷ് ധ്യാന മന്ദിരത്തിൽ നമ്മുടെ തന്നെ ധ്യാനം ക്ലാസ് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരപ്പനും അമ്മയും 8 കുട്ടികളും കൂടെ എൻ്റെ മുമ്പിലോട്ട് വന്നു. പ്രൈസ് ദി ലോർഡ്. ചിക്കാഗോയിൽ ധ്യാനിപ്പിക്കുമ്പോൾ ഒരമ്മ 7 കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞു. ഉറണ്ട് 8ാമതൊന്നിനെ ദത്തെടുക്കണമെന്ന് പറഞ്ഞു. ന്യൂസിലാൻഡിൽ ധ്യാനിപ്പിക്കുമ്പോൾ ഒരു വൈകുന്നേര ഭക്ഷണത്തിന് ക്ഷണിച്ചു. അപ്പനും അമ്മയും 9 ആമക്കളും കൂടെ വട്ടത്തിലിരുന്നാണ് പ്രാർത്ഥനയും അത് കഴിഞ്ഞ് ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഭക്ഷണവും. പ്രൈസ് ദി ലോർഡ്. അമേരിക്കയിൽ ബോസ്റ്റണിൽ ചെന്നപ്പോൾ ചങ്ങനാശ്ശേരിക്കാരൻ ഒരാളും ഈസ്റ്റ് യൂറോപ്പിലെ ക്രൊവേഷ്യയിലെ ഒരു പെണ്ണും, അവർക്ക് 8 മക്കള്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫിലാഡൽഫിയയിൽ ചങ്ങനാശ്ശേരിക്കാരൻ ഡോക്ടറും ഭാര്യയും, അവർക്ക് 7 മക്കള്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മൾക്ക് ധാരാളം കുഞ്ഞുങ്ങൾ ഉണ്ടാകണം, നമ്മൾ വർദ്ധിച്ചു പെരുകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകം മുഴുവന്റെ മേൽ, ലോകം മുഴുവന്റെ മേൽ എഴുന്നള്ളി വരേണമേ. എഴുന്നള്ളി വരേണമേ. പാപബോധവും പാപബോധവും പശ്ചാത്താപവും മാനസാന്തരവും വർഷിക്കണമേ, വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കിഡ്നി സംബന്ധമായ അസുഖം ഒരാൾക്ക് അത്ഭുത സൗഖ്യം നൽകുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കാലിലും നീര് ഒരു മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. അമിതമായ ഭക്ഷണാസക്തിയിൽ നിന്ന്
4 പേരെ കർത്താവ് മോചിപ്പിക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വന്തമായി ഭവനമില്ലാത്ത 2 പേർക്ക് ഭവനദാനം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. 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 യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 മർക്കോസ് 11, 23, 24. നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെല്ലാം ദൈവം നിങ്ങൾക്ക് സാധിച്ചു തരും. ഒരു വ്യവസ്ഥ, ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ക്ഷമിച്ചാൽ മാത്രമേ സ്വർഗസ്ഥനായ പിതാവ് നമ്മളോടും ക്ഷമിക്കുകയുള്ളൂ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയുള്ളൂ. വലതുകരം ഉയർത്തി നമ്മെ വേദനിപ്പിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഇതുപോലെ ഉള്ള കഷ്ടതയും തകർച്ചയൊക്കെ പലർക്കും കാണും. അവർക്ക് വേണ്ടിയും സ്തുതിക്കുക. എന്നെ വേദനിപ്പിച്ച, എനിക്ക് എതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ച ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരോട് ഞാൻ ക്ഷമിക്കുന്നു യേശുവിനെ പ്രതി. എന്നെ അനുഗ്രഹിക്കുന്നതിനേക്കാൾ ഒരു 10,000 മടങ്ങ് കൂടുതൽ ആ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. 10,000 മടങ്ങ് ആ വ്യക്തിയെ അനുഗ്രഹിച്ച് അവർ നല്ലവരായാൽ നമുക്കും അതുകൊണ്ട് പ്രയോജനമുണ്ട്, ലോകത്തിന് മുഴുവനും അതുകൊണ്ട് പ്രയോജനമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 രോഗശാന്തി വരം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരുടെ രോഗം പെട്ടെന്ന് സുഖപ്പെടുന്നു. നമുക്ക് ക്ഷമിക്കാനും പശ്ചാത്തപിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കണം. യേശുവിൻ്റെ നാമം പറയുമ്പോൾ 16 പേർക്ക് രോഗശാന്തി വരം. കോൺസ്റ്റിപ്പേഷൻ, വേണ്ടത്ര മലശോധനയില്ല, അങ്ങനെയുള്ള 3 പേർക്ക് അത്ഭുത സൗഖ്യം. ഹല്ലേലൂയ. 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 രാവിലെ ഉണരുമ്പോൾ തലകറക്കം ഉണ്ടാകുന്ന 2 പേർക്ക് സൗഖ്യം. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ. 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 എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റേ. നിങ്ങളുടെ 2 കാലുകളും നന്നായിട്ട് ലെഫ്റ്റ് റൈറ്റ് വെച്ച് നോക്കിയേ. കാലുകൾക്ക് കുറേ പേർക്ക് ബലം കൊടുക്കുന്നു, ബലക്ഷയം മാറ്റുന്നു. ആർക്കൊക്കെയാണ് കാലുകൾക്ക് ബലം കിട്ടുന്നത്? അവരൊന്ന് കൈപൊക്കിയേ. കാല് നന്നായിട്ട് അനക്കി നോക്കുക. മറ്റുള്ളവരുടെ കാലല്ല, നമ്മുടെ കാല് നന്നായിട്ട് അനക്കി നോക്കി. നിങ്ങൾക്ക് കാലുകൾക്ക് ബലം കിട്ടി. ഒരു കൈവീശി കാണിച്ചേ. കൈവീശി. മറ്റുള്ളവർ ഇരിക്കുക. കാലുകൾക്ക് ബലം കിട്ടിയവര് എഴുന്നേറ്റ് നിൽക്കുക. കൈവീശി കാണിച്ചേ. കാലുകൾക്ക് ബലം കിട്ടിയവര്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ. 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 ആരെങ്കിലും പരിശുദ്ധ അമ്മയുടെ ദർശനം കണ്ടു? മാതാവ് നമ്മുടെ മധ്യത്തിൽ നിൽക്കുന്നു, നമ്മുടെ കൂടെ നിൽക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനി ആരെങ്കിലും ദർശനം കിട്ടിയവരുണ്ട് കൈപൊക്കിയേ. പരിശുദ്ധ അമ്മയുടെ ദർശനം, മാതാവിനെ കണ്ടു. ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈവീശി കാണിച്ചേ. എഴുന്നേറ്റ് നിന്ന് കൈവീശി കാണിക്കുക. 2 കൈയും വീശിക്കേ. അപ്പോൾ അകലെയുള്ളവർക്ക് കാണാം. എഴുന്നേറ്റ് നിന്ന്. പരിശുദ്ധ അമ്മ ക്രിസ്തുവിൻ്റെ സഭ സമ്മേളിക്കുന്നിടത്ത് കടന്നു വരും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മയ്ക്ക് അതിനുള്ള കൃപ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളിൽ ചിലർക്ക് ഈ പുസ്തകം കിട്ടിയിട്ടുണ്ടോ? കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. ആ പുസ്തകം കിട്ടിയിട്ടുള്ളൊരു കൈപൊക്കിയേ. ഒന്ന് എഴുന്നേറ്റ്. ഇത് 43 കൊല്ലമായിട്ട് കർത്താവ് നയിച്ച രീതികളെക്കുറിച്ച്, അതായത് 20ാമത്തെ വയസ്സിൽ ഞാൻ ദൈവസ്വരം കേട്ടു. കോളേജിൽ പഠിക്കുന്ന കാലത്ത് എല്ലാ ദിവസവും 1 മണിക്കൂർ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഞാൻ ദൈവസ്വരം കേട്ടു. ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ് ഹോളി സ്പിരിറ്റ്. ചോദിക്കുവൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. ചോദിക്കുവൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. 3 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായത്. ചോദിക്കുവൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കിട്ടും. കവിഞ്ഞൊഴുകുന്നത് പോലെ പരിശുദ്ധാത്മാവ് നമ്മിൽ കവിഞ്ഞൊഴുകും. എങ്ങനെയാണത്? നമ്മളൊരു യാത്ര ചെയ്യുകയാണ്, കാറിലായിരിക്കും. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കൊന്തയിൽ പോകും. ചുറ്റുമുള്ള
10,000-ങ്ങൾക്ക് അനുഗ്രഹം കിട്ടും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അനേകായിരങ്ങൾക്കും അനേക ലക്ഷങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ അനേക കോടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അഭിഷേകം നമുക്ക് ലഭിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കിട്ടിയാൽ കവിഞ്ഞൊഴുക്കുണ്ടാകും. മധ്യസ്ഥ പ്രാർത്ഥനയായിട്ടും സഹനം കാഴ്ചവെക്കുന്ന പ്രേക്ഷിത വേലയായിട്ടും വചനം പങ്കുവെച്ചു കൊടുക്കുന്ന പ്രേക്ഷിത വേലയായിട്ടും പ്രാർത്ഥനാ ഗ്രൂപ്പ് നടത്തുന്ന പ്രേക്ഷിത വേലയായിട്ടും ഒക്കെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് 20-ാമത്തെ വയസ്സിൽ ദൈവസ്വരം കേട്ടു. 23-ാമത്തെ വയസ്സ് ഞാൻ നൊവേഷ്യേറ്റിലായിരുന്നു, മലബാറിൽ, വയനാട്ടിൽ. അവിടെ 6 മാസം പിന്നിട്ടൊരു അവസരത്തിൽ പ്രഭാത ധ്യാനത്തിൻ്റെ സമയത്ത് ഞാൻ മുട്ടുകുത്തി നിന്ന് ഒരു പുസ്തകത്തിൽ നിന്ന് വായിക്കുമ്പോൾ ദൈവത്തിൽ ശരണപ്പെടുക. പെട്ടെന്നൊരു പ്രകാശഗോളം ഒരു 2 കൈപ്പാട് അകലെ ഞാൻ കണ്ടു. പൂർണ്ണചന്ദ്രൻ്റെ മുഴുപ്പുള്ള പ്രകാശഗോളം അത് എൻ്റെ അടുത്തേക്ക് വന്നു, എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഞാൻ സ്വർഗീയ പ്രകാശത്താലും സ്വർഗീയ ആനന്ദത്താലും ദൈവസ്നേഹ അനുഭവത്താലും ഒരു 15 മിനിറ്റ് നേരം നിറഞ്ഞു. എൻ്റെ ഉള്ളിലെ ഒരുപാട് ദുഃഖം മാറിപ്പോയി, സങ്കടങ്ങളൊക്കെ മാറിപ്പോയി, ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞു. പിറ്റേ മാസവും ഇതേ അനുഭവം 15 മിനിറ്റ് നേരത്തേക്കുണ്ടായി. വീണ്ടും ഒരുപാട് ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞു, ഒരുപാട് ആന്തരിക സൗഖ്യം കിട്ടി. 3-ാം മാസവും 4-ാം മാസവും 5-ാം മാസവും 6-ാം മാസവും ഒരു 15 മിനിറ്റ് വീതം ഓരോ പ്രാവശ്യം ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ ഒരു പുത്തൻ സൃഷ്ടിയായി ഞാൻ ചമഞ്ഞു, ഒരു നവ്യ സന്തോഷം മനം നിറഞ്ഞു. അപ്പോൾ പരിപൂർണ സൗഖ്യവും ഞാൻ അണിഞ്ഞു. എൻ്റെ ദുഃഖങ്ങളെല്ലാം പമ്പ കിടന്നു, ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞു. ആ അനുഭവത്തിലാണ് ഇപ്പോഴും ഞാൻ നിൽക്കുന്നത്. 23 വയസ്സ്, ഇപ്പോൾ എനിക്ക് 68 വയസ്സുള്ള ചെറുപ്പക്കാരനാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലിനൊക്കെ അല്പം ബലക്കുറവ് തുടങ്ങിയിട്ടുണ്ടെന്നേ ഉള്ളൂ, ബാക്കി കുഴപ്പമില്ല. പരിശുദ്ധാത്മാവ് വരുന്ന കാരണം ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ പുതുജീവൻ കിട്ടും, ആന്തരിക സൗഖ്യം കിട്ടും. എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവ് ഈ 1043 കൊല്ലം നയിച്ച് ഇപ്പോൾ വിൻസെൻഷൻ സഭയ്ക്ക് തന്നെ ഞങ്ങളുടെ സമൂഹം 45 ധ്യാനമന്ദിരങ്ങളായി, മറ്റു സമൂഹങ്ങൾ കൂടെ 300ഓളം ധ്യാനമന്ദിരങ്ങളായി. ഇനി ഒരു 50,000 ധ്യാനമന്ദിരങ്ങളോട് തരുമെന്ന് കർത്താവ് ദർശനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലോകമെമ്പാടും 50,000-നും 1,00,000-നും ഇടയ്ക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേക ലക്ഷം പേരെ വചന പ്രഘോഷകരായിട്ട് അഭിഷേകം ചെയ്യും. ഒരു 10-30,000 നിത്യാരാധന മന്ദിരങ്ങൾ കർത്താവ് സ്റ്റാർട്ട് ചെയ്യും. ഇതെല്ലാം കർത്താവ് പ്രവചനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ പ്രാർത്ഥിക്കണം, അനേക ലക്ഷം വചന പ്രഘോഷകരെ, അനേക 10,000-കണക്കിന് ധ്യാന മന്ദിരങ്ങളെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഉയർത്തണേ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ അനുഭവം ഈ പുസ്തകം വായിക്കുന്ന പലരും പറഞ്ഞിട്ടുണ്ട്, വായിക്കുമ്പോൾ ഹൃദയം ജ്വലിക്കാറുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എട്ട് കൊല്ലമായി കൈക്ക് വേദന ഉണ്ടായിട്ട്. വലത്തെ കൈക്ക് കൈ ഉയർത്താൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ബുദ്ധിമുട്ടില്ല, ഇപ്പം ബലമായിട്ട് കൈ ഉയർത്താം. ഇപ്പം ഇങ്ങനെ പൊക്കത്തില്ലായിരുന്നു. 8 വർഷമായി. എൻ്റെ പേര് ശ്രീകാന്ത്, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. ഒരു 2.5 മാസം മുമ്പ് ഒരു ആക്സിഡൻറ്റിനിടെ എൻ്റെ കൈയുടെ ഈ ഇടത് കുഴയ്ക്ക് ഭയങ്കര വേദനയായിരുന്നു. കൈ തിരിക്കുമ്പോഴൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ സുതിപ്പിൻ്റെ സമയത്ത് എനിക്ക് പൂർണ്ണമായ വേദന മാറി. വരുന്നുണ്ട്. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.